الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال الله تعالى في القرآن الكريم يا أيها الذين آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോ വിശ്വാസികളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതിനുള്ള തൗഫീഖ് അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ റബ്ബിന്റെ കോടതിയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ആഫിയത്തും റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയിൽ നിന്ന് അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അഥവാ ഇസ്ലാം കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അമലു സ്വാലിഹാത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ ഈമാനികമായ കാര്യങ്ങൾ സുദൃഢമാവണം. ഈമാനികമായ വിശ്വാസ കാര്യങ്ങളിൽ കൃത്യമായ വിശ്വാസം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ കർമ്മങ്ങൾ എത്ര തന്നെയായിരുന്നാലും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അത് ഓരോ കാര്യങ്ങളിലും വിശ്വാസം സുദൃഢമാണ്. ഈമാൻ കാര്യങ്ങളിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, പറഞ്ഞു തന്നത്, വിശ്വസിക്കാൻ പറഞ്ഞത്, അതിൽ കൃത്യമായ അതേ രീതിയിലുള്ള വിശ്വാസം ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 136 ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിയത്. അതിൽ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. എന്നിട്ട് പറയുന്നു ആമിനൂ ബില്ലാഹി വറസൂലിഹി. ഈ ഒരു ആയത്തിൽ അല്ലാഹു വിളിച്ച് പറയുന്ന കാര്യം എന്താ? വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ് എന്നുള്ള രീതിയിൽ അല്ലാഹു വിളിക്കുന്നത്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കണം എന്നല്ല അല്ലാഹു ആരംഭിക്കുന്നത്.
മറിച്ച് എങ്ങനെ ആരംഭിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ആമിനു ബില്ലാഹി, നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിൽ വിശ്വസിക്കണം. എന്നിട്ട് ഓരോന്നും വേണ്ടി പറഞ്ഞു. ആമിനു ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ളല്ല ളലാലൻ ബഈദാ. ഈമാനികമായ ഓരോ കാര്യങ്ങളിലും ഒരു വിശ്വാസി വിശ്വസിക്കണം. അല്ലാഹുവിൽ വിശ്വസിക്കണം, അംബിയാ മുർസലീങ്ങളിൽ വിശ്വസിക്കണം, മലായികതീങ്ങളിൽ വിശ്വസിക്കണം, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ അവൻ അവിശ്വസിച്ചാൽ, അതിൽ അവിശ്വാസം പ്രകടിപ്പിച്ചാൽ, അല്ലാഹുവും അവന്റെ റസൂലും ഏതെന്നാണോ പഠിപ്പിച്ചു തന്നത് ആ കാര്യങ്ങളിൽ അതിൽ ഒരു കടുകിട നമ്മൾ വ്യത്യാസപ്പെട്ടു പോയാൽ അല്ലാഹ് പറയുകയാണ് ഫഖദ് വല്ല വലാലം ബഈദാ, അവൻ അങ്ങേയറ്റം വഴിപിഴച്ചു പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇന്റെ വചനത്തിലൂടെ 4-ാം അധ്യായത്തിന്റെ 136-ാമത്തെ ആയത്തിലൂടെ പറയുക. അപ്പോ ഓരോന്നിലും ഈമാനികമായി വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ വിശ്വാസം വേണം. അതിൽപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പറഞ്ഞു തന്ന മലക്കുകളിലുള്ള വിശ്വാസം. അത് ഏത് രീതിയിലാവണം? അല്ലാഹു ഏതെന്നാണോ വിശ്വസിക്കാൻ പറഞ്ഞത് അതേ രീതിയിൽ വിശ്വസിക്കാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ എല്ലാം ഈ രീതിയിൽ അല്ലാഹുവിന്റെ പെമ്മക്കളാണ് മലായികത്തീങ്ങൾ എന്ന് വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ അതല്ല അവരുടെ വിശ്വാസം ഉണ്ടാവേണ്ടത്. അല്ലാഹു അവരുടെ നൂറിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന വിശ്വാസം നമുക്ക് വേണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ അല്ലാഹു ഏതെന്നാണോ പഠിപ്പിച്ചത് അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാനുള്ള കഴിവേ അവർക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 32-ാമത്തെ ആയത്ത് ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, അല്ലാഹ് ഏതെന്നാണോ പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ആണ് അവർക്കറിയുക. അതേപോലെ തന്നെ വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് 21-ാം അധ്യായത്തിന്റെ 27-ാമത്തെ ആയത്ത് ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ, ഒന്നും സ്വയം മറികടക്കുവാൻ, സ്വയം കഴിവ്, സ്വയം പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥ അവർക്കില്ല. അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്താണോ അത് അനുസരിക്കലാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. ഇനി രണ്ടാമതായിക്കൊണ്ടോ അവരുടെ എണ്ണത്തെ കുറിച്ച് കൃത്യമായ ഒരു കണക്കും നമുക്ക് രേഖകളിൽ കാണാൻ കഴിയില്ല. മറിച്ച് അവരുടെ തോത് എത്രമേൽ വലുതാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഈ വിഷയം എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഇൻഷാ അല്ലാഹ് തുറന്നുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കും. എന്താണ് നോക്ക് നിങ്ങൾ, അവരുടെ എണ്ണം എത്രയാണ്? ബൈത്തുൽ മഅമൂർ വലിയൊരു ഹദീസാണ്, ഇസ്രാ മിഅ്റാജ് സംഭവം. ആ സംഭവത്തിൽ ആ മിഅ്റാജിന്റെ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബൈത്ത് കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇത് എന്താണ് യാ ജിബ്രീൽ മാ ഹാദാ, ഇതെന്താ സംഭവം? ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട് ഹാദൽ ബൈത്തുൽ മഅമൂർ യദ്ഖുലുഹു കുല്ല യൗമിൻ 70000 മലക്കിൻ, ഓരോ ദിവസവും 70,000 മലായികത്തീങ്ങൾ അവിടെ പ്രവേശിക്കുന്നുണ്ട്. ഇദാ ഖറജു മിൻഹു ലം യഊദു ഫീ ആഖിർ അലൈഹിം, അവിടെ നിന്ന് ഒരു മലക്ക് ഇറങ്ങിയാൽ പിന്നീട് ആ മലക്ക് അവിടെ പ്രവേശിക്കില്ല. മറിച്ച് എല്ലാ ദിവസവും 70,000-ഓളം മലായികത്തീങ്ങൾ അവിടെ പ്രവേശിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കുക. അപ്പൊ എത്രമേൽ മലക്കുകളുടെ എണ്ണമുണ്ട്. ഇത് ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഓരോ ദിവസവും 70,000 മലായികത്തീങ്ങൾ അവിടെ പ്രവേശിക്കുന്നു. ഒരു പ്രാവശ്യം ഇറങ്ങുന്ന മലക്ക് പിന്നീട് അവർ പ്രവേശിക്കുന്നില്ല. ഒന്ന്. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് മറ്റൊരു ഹദീസിൽ ആ മലക്കുകളുടെ തോത് വലിപ്പത്തെ അറിയിക്കുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയുക.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത കാണാൻ കഴിയും, യുഅ്താ ബിജഹന്നമ യൗമൈദിൻ ലഹാ 70000 സിമാമിൻ. നമുക്കറിയാം, ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നരകം വലിച്ച് കൊണ്ടുവരപ്പെടുന്ന അവസ്ഥ. ആ നരകം കൊണ്ടുവരപ്പെടുക 70,000 കണ്ണികളടങ്ങുന്ന ചങ്ങലകൾ വലിച്ചുകൊണ്ടാണ്. അതിൽ ഓരോ കണ്ണികളിലും മഅകുല്ലി സിമാമിൻ 70000 മലക്, ഓരോ കണ്ണികളിലും 70,000. എങ്ങനെ 70,000 കണ്ണികൾ ചേർന്നുകൊണ്ടുള്ള ആ ഒരു ചങ്ങലയിൽ നരകം ഇങ്ങനെ കൊണ്ടുവരപ്പെടും. അതിൽ ഓരോ കണ്ണിയിലും 70,000 മലായികത്തീങ്ങൾ. അപ്പോൾ എത്രമേൽ തോത് ഈ രണ്ട് സംഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും മലക്കുകളുടെ വലിപ്പം, അവരുടെ തോത്, അവരുടെ എണ്ണം എത്രമേൽ ഉണ്ട് എന്ന് ഈ ഒരു സംഭവത്തിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഈ ഇത്രമേൽ മലായികത്തീങ്ങൾ അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിച്ചാൽ എത്രമേൽ ഖൈറായിരിക്കും ആലോചിക്കുക. മലക്കുകളുടെ രണ്ട് സംഭവമാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ആ മലക്കുകളുടെ തോതിനെ നിങ്ങൾക്കറിയിക്കാൻ, ആ മലക്കുകളുടെ ദുനിയവിയായ ആഖിറത്തിലുള്ള എല്ലാ മലക്കുകളുടെയും പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് ലഭിച്ചാൽ എത്രമേൽ ഖൈറായിരിക്കും കൂട്ടരെ. നമ്മളൊന്ന് ആലോചിക്കുക. അള്ളാഹുവിന്റെ ശഫാഅത്തോടു കൂടി മലക്കുകൾ അള്ളാഹു നമുക്ക് വേണ്ടി അവർ ശുപാർശ ചെയ്യുന്ന അവസ്ഥ, അത് ആർക്കാ ലഭിക്കുക? ആർക്കാണ് ആ ഒരു ഭാഗ്യത്തിന് അവസരം ലഭിക്കുക? വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏതാണ് ആയത്തും അതിന്റെ തഫ്സീറും നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അതിന്റെ സൂറത്തുൽ ഗാഫിർ 40-ാം അധ്യായം 7-8 വചനങ്ങൾ നമ്മളൊന്ന് പഠിക്കാം. വലിയൊരു ആയത്താണ്, വലിയൊരു സുദീർഘം. അതിൽ 3-4 സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അഥവാ വലിയൊരു ആയത്താണ്. അതിൽ 3-4 കാര്യങ്ങൾ അല്ലാഹു വിശദീകരിക്കുന്ന ആർക്കെല്ലാം അതിന്റെ പ്രാർത്ഥന ലഭിക്കും. നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. ഖുർആൻ പറയുകയാണ്, അല്ലദീന യഹ്മിലൂനൽ അർശ. നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാവധാനത്തിലും ഇത്രയും പതുക്കെ ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ ഗൗരവത്തെ നമ്മൾ ഓരോരും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയുന്നത്? അല്ലദീന യഹ്മിലൂനൽ അർശ, അല്ലാഹുവിന്റെ അർശിന് ചുറ്റുമുള്ള, അർശ് വഹിക്കുന്ന ആളുകൾ, വമൻ ഹൗലഹു, അർശിന് ചുറ്റുമുള്ള മലായികത്തീങ്ങൾ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അല്ലാഹുവിനെ ഏതൊരു സമയത്തും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ വയുമിനൂന ബിഹി, ആ ആളുകൾ, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, അല്ലാഹുവിൽ കൃത്യമായ വിശ്വാസം വെച്ച് പുലർത്തിയവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വയസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ അല്ലാഹ് പറയുന്നത്, ആ മലായികത്തീങ്ങൾ എന്ത് ചെയ്യുന്നു? വയുമിനൂന ബിഹി, അല്ലാഹുവിൽ കൃത്യമായ വിശ്വാസം വെച്ച് പുലർത്തിയ മലായികത്തീങ്ങൾ, അല്ലാഹുവിൽ ഹംദും തസ്ബീഹുകളും അർപ്പിക്കുന്ന ആളുകൾ, ആ മലായികത്തീങ്ങൾ അവരെന്ത് ചെയ്യുന്നു? യസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാ? ഒന്നാമത്തെ കാര്യം ലില്ലദീന ആമനു, വിശ്വാസം ഉണ്ടാവുക. ആരിലാ വിശ്വാസം ഉണ്ടാവേണ്ടത്? അല്ലാഹുവിൽ കൃത്യമായ വിശ്വാസം. അത് ഇങ്ങനെ അല്ലാഹ് ഉണ്ട് എന്ന വിശ്വാസമല്ല വേണ്ടത്, അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എല്ലാവർക്കും നമ്മളിൽ എന്തുണ്ട്? വിശ്വാസമുണ്ട്. മുഅ്മിനീങ്ങളാണോ, വിശ്വാസികളാണോ, എല്ലാവർക്കും എന്തുണ്ട്? അല്ലാഹ് ഉണ്ട്, അല്ലാഹു ഇലാഹാണ് എന്ന വിശ്വാസം നമുക്കുണ്ട്. മറിച്ച് എന്താണ്? അതിനപ്പുറം അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്.
അള്ളയല്ലാതെ വേറൊരു ഇലാഹില്ല, അള്ളയില്ലാതെ ആരാധ്യനില്ല. 1 നൂറ്റാണ്ട് കഴിഞ്ഞാലും 1.5 നൂറ്റാണ്ട് കഴിഞ്ഞാലും 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നമുക്ക് പറയാനുള്ള ആശയം എന്നുള്ളത് അള്ളയല്ലാതെ വേറൊരു ഇലാഹില്ല. പ്രാർത്ഥനയ്ക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ. ഉത്തരം നൽകുന്നവൻ റഹ്മാൻ മാത്രമേ ഉള്ളൂ. ദുനിയവിയായ ജീവിതത്തിലും ആഖിറത്തിലും അള്ളാഹുവിനെ പുറമെ വിളിച്ച് തേടപ്പെടാൻ കഴിവുള്ളവൻ ഒരാളുമില്ല എന്ന വിശ്വാസം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞത് എന്താ? ഒന്നാമത്തെ കാര്യം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന ഹക്കിനെ നീ മനസ്സിലാക്കണം. ആവർത്തിച്ച് ഇപ്പോഴും ചില ആളുകൾക്ക് ഈ ഒരു വിഷയം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. ഈ അടുത്ത് പോലും അതുകൊണ്ട് തന്നെയാണ് ഈ ദുനിയാവിയായ ജീവിതത്തിൽ ജനിച്ച് മരണപ്പെട്ടു പോയ ആളുകളെ പടച്ചോനെന്ന സിഫത്തിലേക്ക്, വിശേഷണത്തിലേക്ക് ഇറക്കി അതിനുവേണ്ടി ഗാനങ്ങളും അതിനുവേണ്ടി പാട്ടുകളും രചിച്ച് അതിന് ആയിരക്കണക്കിന് ആളുകൾ വ്യൂസും, അതിനായിരക്കണക്കിന് ആളുകൾ ലൈക്സും, ആയിരക്കണക്കിന് ആളുകൾ കമന്റും യൂട്യൂബുകളിലും അതിന്റെ പാട്ടിന്റെ കമന്റുകളിലുമായി ഇട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് മനസ്സിലായിട്ടില്ല. ഇതല്ലാതെ പറയാനില്ലേ, വേറൊന്നും പറയാനില്ലേ എന്ന് പറയുന്ന കൂട്ടരോടും നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് കൂട്ടരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ഏതൊരു സമയത്തും കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും വിളിച്ച് തേടപ്പെടാൻ നമുക്ക് ഉത്തരം നൽകാൻ അർഹനായവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. മക്കയിലെ മുശ്രിക്കീങ്ങളും ഈ വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാഹു ആണ് ഇലാഹ് എന്ന് വിശ്വസിച്ചിരുന്നു. മറിച്ച് അവരോട് കൂടെ അവർ ഒന്നുകൂടി ചേർത്തു, യുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഇടയാളന്മാരെ നമ്മൾ കാണുന്നത് യുഖർരിബൂന, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഇടയാളന്മാരായിട്ടാണ് എന്നാണ്. അവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാഹു ആണ് ഇലാഹ്, മഴ വർഷിപ്പിക്കുന്നവൻ. എല്ലാം ആരാണെന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അല്ലാഹ് എന്നാണ്. ലാത്തി എന്നായിരുന്നില്ല, ഉസ്സ എന്നായിരുന്നില്ല, മറിച്ച് അല്ലാഹുവാണ് ഇലാഹ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. മറിച്ച് അവരോട് കൂടെ ഇടയാളന്മാരെ അവർ തേടി. അതുകൊണ്ട് തന്നെ കൂട്ടരെ, നമുക്ക് ഈ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലാഹുവിന്റെ വിശ്വാസം ഉണ്ടാവണം. കേവലം വിശ്വാസമല്ല ഉണ്ടാകേണ്ടത്, അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. ഏതൊരു സമയത്തും ഏതൊരു സമയങ്ങളിലും നമുക്ക് വിളിച്ച് തേടപ്പെടാൻ ഉത്തരം നൽകാൻ അർഹനായവൻ. അല്ലാഹ് ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. നമുക്ക് നിങ്ങൾ അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യ, അലൈസല്ലാഹു ബികാഫിൻ. അതിനപ്പുറം എന്താ കൂട്ടരെ നമുക്ക് വേണ്ടത്? അലൈസ്, അല്ലാഹ് പോരെ. അല്ലാഹ് ചോദിക്കുന്ന ചോദ്യ, ഞാൻ നിങ്ങൾക്ക് മതിയായവനല്ലേ, ഒരു അടിമക്ക് അല്ലാഹ് മതിയായവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ കഴിവുള്ളവരാവുക നമ്മൾ എന്നാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. അപ്പോ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഈ രീതിയിൽ വിശ്വാസമുള്ളവർ. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൂടി ഖുർആൻ പറഞ്ഞു. എന്താണ്? റബ്ബന വസിഅത് കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമാ. അല്ലാഹു, നിന്റെ റഹ്മത്തുണ്ടല്ലോ, അത് അറിവും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതാ വിശേഷണ. നോക്ക് നിങ്ങൾ, മലക്കുകൾ പ്രാർത്ഥിക്കുക, മലക്കുകൾ പറയുക റബ്ബിനോട്, റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമാ, നിന്റെ റഹ്മത്ത്, നിന്റെ ഇൽമ് ഇങ്ങനെ പരന്ന് കിടക്കാണല്ലോ നാദാ. ഫഗ്ഫിർ ലില്ലദീന താബു. അപ്പോൾ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണ് ഒന്നാമത് പറഞ്ഞത്? വിശ്വാസം ഉണ്ടാവുക. എന്നിട്ട് വീണ്ടും അള്ളാനെ പുകഴ്ത്തിക്കൊണ്ട്, അള്ളാനെ വിശേഷിപ്പിച്ചുകൊണ്ട് വീണ്ടും പറയുക മലക്കുകൾ എന്ത്? ഫഗ്ഫിർ ലില്ലദീന താബു, അല്ലാഹുവേ തൗബ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണം. അപ്പൊ രണ്ടാമത്തെ കാര്യമാണ്. ഒറ്റ ആയത്തിലാട്ടോ നമ്മൾ ഈ പറയുന്നത്. ഇന്നത്തെ ഖുത്ബ നമ്മൾ ഇങ്ങനെ തുറന്നു പോകുന്ന ഒരൊറ്റ ആയത്തിലാണ്, സൂറത്തുൽ ഗാഫിറിന്റെ 7-8 വചനങ്ങൾ. എന്നിട്ട് രണ്ടാമത് പറയുന്ന താബു, തൗബ ചെയ്യുന്ന ആളുകൾ. തൗബ മറക്കാൻ പാടില്ല. നമ്മൾ എൻ്റെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ഇസ്തിദ്റാജ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അത് അള്ളാന്റെ പിടുത്ത ആർക്കാ വരുന്നത്?
അള്ളാന്റെ അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ വന്നിറങ്ങിയിട്ട് ജനങ്ങൾ തൗബ മറക്കുന്ന സമയത്താണ് അള്ളാന്റെ പിടുത്തം ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ആ മറവി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ യഥേഷ്ടം ഏതൊരു സമയങ്ങളിലും ഇസ്തിഗ്ഫാർ ചോദിക്കണം. സലാം വീട്ടിയിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് മാനം നോക്കി കൈമേ നോക്കി പറയാനല്ല വേണ്ടത്. നമ്മളുടെ ഇസ്തിഗ്ഫാർ മാനം നോക്കി സലാം വീട്ടിയാൽ ഒരു ആദത്തായിട്ടല്ല വേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പതിവായി നമ്മുടെ നാവിന്ന് വരുന്നൊരു ദിക്റായിട്ടല്ല വേണ്ടത് കൂട്ടരെ. മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് അത് പറയാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ നമുക്കിങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ മഴയില്ല എന്ന് പറഞ്ഞു, അതേപോലെ സന്താനങ്ങളില്ല എന്ന് പറഞ്ഞു പരാതിപ്പെട്ടു വരുന്നവരോട് പോലും പഠിപ്പിച്ചിരുന്നത് ഫസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ വയംദിറുക്കും ബിഅംവാലി വബനീന എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളുണ്ട്. അതിന്റെ തഫ്സീറിൽ കാണുകയാണ്. ചോദിക്കുമ്പോൾ ഈ ആയത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. മഴ വർഷിക്കാൻ, സന്താനങ്ങൾ ഉണ്ടാവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടാവണം. രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നമ്മൾ തേടണം. മൂന്നാമത് പറയുന്നത് വത്തബഉ സബീലക, അള്ളാന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ഒരൊറ്റ ആയത്തിലൂടെ അള്ളാഹ് ഇങ്ങനെ ആവർത്തിച്ച് പറയാ, അള്ളാന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ഏതൊരു കഷ്ടപ്പാടുകളും ഏതൊരു ബുദ്ധിമുട്ടുകളും എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച ഒന്ന് തന്നെയാണ് എന്ന വിശ്വാസം. അതാണ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇസ്തിഖാമത്ത് നമ്മുടെ വേണം നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ആ ദീനിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഉണ്ടാകുമ്പോൾ അള്ളാനെ പഴിക്കുന്ന ഒരവസ്ഥ ഒരു മുസ്ലിം ഉണ്ടാവാൻ പാടില്ല. എനിക്കൊരു പ്രയാസം ഉണ്ടായി, അള്ളാനോട് അള്ളാഹു എന്നോട് ഞാൻ എത്ര തേടി, നീ എന്താ റബ്ബേ നീ എന്നെ പരീക്ഷിക്കുന്നില്ല. ചരിത്രങ്ങളില്ലേ? അയ്യൂബ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ്? പരീക്ഷണങ്ങൾ ഉണ്ടാവും കൂട്ടരെ. അവിടെ ഇസ്തിഖാമത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരു അടിയുറച്ച നിലപാട് നമുക്ക് ഉണ്ടാവണം, അല്ലേ? ഏതൊരു കഷ്ടപ്പാടുണ്ടാകുമ്പോഴും മാറ്റി ചിന്തിക്കുന്നവരല്ല ആവാൻ പാടില്ല നമ്മൾ. അള്ളാന്റെ ഖുദ്റത്തിനെ, അള്ളാഹുവിന്റെ ഖദറിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നവർ ആവാൻ പാടില്ല നമ്മൾ. അപ്പോൾ ആ രീതിയിൽ ഏതൊരു പ്രയാസത്തിന്റെ കൂടെയും അള്ളാന്റെ സബീലിൽ ഉറച്ചു നിൽക്കുക. ഇങ്ങനെയുണ്ട് എങ്കിൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നത് വഖിഹിം അദാബൽ ജഹീം, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. അവരുടെ പ്രാർത്ഥന എന്താ? 7-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, വഖിഹിം അദാബൽ ജഹീം. അല്ലാഹുവേ ആ കൂട്ടരുണ്ടല്ലോ നിന്നിൽ അടിയുറച്ച് വിശ്വാസമുള്ളവർ, നിന്നിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ, നിന്റെ വത്തബഉ സബീലക, നിന്റെ ആ പാതയിൽ അടിയുറച്ചു നിൽക്കുന്നവർ, അവർക്ക് എന്ത് ചെയ്യണം? വഖിഹിം അദാബൽ ജഹീം, നരകത്തിൽ നിന്ന് നാദാ അവരെ നീ കാത്തുരക്ഷിക്കണേ. ഇന്ന് പ്രാർത്ഥന തീർന്നിട്ടില്ല. അടുത്തൊരായത്ത് മുഴുവൻ പ്രാർത്ഥനയാണ്. 8-ാമത്തെ ആയത്തിലേക്ക് കടക്കുമ്പോഴോ റബ്ബന, ആ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. റബ്ബന വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും, അല്ലാഹുവേ നീ ഈ കൂട്ടരെയുണ്ടല്ലോ നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. പിന്നെയോ ഇവരെ മാത്രാണോ? എനിക്ക് വിശ്വാസമുണ്ട്, അമീസ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ സലാഹുദ്ദീൻ എന്ന് പറയുന്ന ആൾക്ക് നല്ല വിശ്വാസമാണ്, അതിൽ തൗബ ചെയ്യുന്നുണ്ട് അദ്ദേഹം കൃത്യമായ നിലയിൽ അള്ളാന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ നീ വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിൽ നീ പ്രവേശിക്കണം. അദ്ദേഹത്തെ മാത്രമല്ല, എന്നെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ, മാതാപിതാക്കൾ, അവരെയും നീ സ്വർഗത്തിൽ പ്രവേശിക്കണം. തീർന്നു ഇല്ല. ഇണയുണ്ടല്ലോ, ഈ വിശ്വാസമുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്ന ഇണ, അവരെയും നീ സ്വർഗത്തിൽ പ്രവേശിക്കണം. മക്കളെയും, സുബ്ഹാനല്ലാഹ്,
മക്കളെയും നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്തുൽ ഗാഫിറിന്റെ 7-8 വചനങ്ങൾ അവസാനിക്കുന്നത്. നോക്ക് നിങ്ങൾ, കൃത്യമായ ഒരു വിശ്വാസം, കൃത്യമായ തൗബ, അതേലുപരി അതിൽ അടിയുറച്ചു നിൽക്കുന്ന നിലപാട് ഒരു വിശ്വാസിക്കുണ്ട് എങ്കിൽ അവന് പുറത്തു കൊടുക്കണം, അവനെ സ്വർഗത്തിൽ പ്രവേശിക്കണം, അവരുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിക്കണം, അവരുടെ ഭാര്യമാരെ, അവരുടെ ഇണകളെ സ്വർഗത്തിൽ പ്രവേശിക്കണം, അവരുടെ മക്കളെ, സന്താനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഈ രീതിയിൽ കൃത്യമായ വിശ്വാസം പുലർത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ സുദൃഢമായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോ വിശ്വാസികളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതിനുള്ള തൗഫീഖ് അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒരൊറ്റ ആയത്തിലൂടെ നമ്മൾ വിശദീകരിച്ചു. 3 കൂട്ടരാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്. രോഗിയെ സന്ദർശനം നമ്മൾ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കടമകൾ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് രോഗിയെ സന്ദർശനം. ആരായിക്കൊള്ളട്ടെ, നമ്മൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതിപ്രകാരമാണ് അലി റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദ്വ, ഒരു വ്യക്തി അവൻ പ്രഭാതത്തിൽ ഒരു സന്ധ്യ സഹോദരനെ കാണാൻ പോകുന്നു എങ്കിൽ ഇല്ലാ സല്ല അലൈഹി സബഊന അൽഫ മലക്കിൻ ഹത്താ യുംസി, അവൻ പ്രദോഷമാകുന്നത് വരെ അവന് വേണ്ടി 70,000 മലക്കുകൾ പ്രാർത്ഥിക്കും. ഇനിയോ സമയം ഉണ്ടായില്ല, രാവിലെ ഡ്യൂട്ടിക്ക് പോകണം, അവനെ കാണാൻ കഴിയുന്നില്ല, തിരക്കാണ്, രാവിലെ ഓടിപ്പാഞ്ഞ് നമുക്ക് ജോലിയുടെ അടുത്ത് എത്താൻ കഴിയുന്നില്ലേ, എന്നാ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിർത്തല്ല ചെയ്തത്. വൈദ ആദഹു അശിയ, രാത്രിയിലാണ് അവൻ പോകുന്നത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, കുളിച്ച് വൃത്തിയായി, ഇന്നടുത്തുള്ള ഒരാള് സുബേർക്ക രോഗിയായി കിടക്കേണ്ടതെന്ന് അറിഞ്ഞ് പോകാൻ കഴിയില്ല. നേരെ വന്നു, വൈകുന്നേരമായി കുളിച്ച് വൃത്തിയായി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ വൈകുന്നേരം പോയാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇല്ലാ സല്ല അലൈഹി സബഊന അൽഫ മലക്കിൻ ഹത്താ യസ്ബിഹ്, പ്രഭാതമാകുന്നത് വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. വകാന ലഹു ഖലീഫത്തുൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു തോട്ടവും അവന് ലഭിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയാൻ ഇവിടെ ഒന്നുമില്ല. മുസ്ലിമാണോ അവിടെ സന്ദർശിക്കേണ്ടത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അവിടെ എനിക്ക് പരിചയമൊന്നുമില്ല, പിന്നെ അടുത്ത് ആരെങ്കിലും പറയും ഇന്നടുത്തുള്ള ഇബ്രാഹിം എന്ന ആളെ സുഖമില്ല, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, അങ്ങനെ പോയി കണ്ടാളി എന്ന് പറയുന്ന അവസ്ഥയല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത്. ആരായിക്കൊള്ളട്ടെ, ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ പോയി കാണണം. എന്ന് കരുതി അമുസ്ലിങ്ങളെ പോയി സന്ദർശിക്കാൻ പാടില്ല എന്നല്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി സന്ദർശിച്ച ഒരുപാട് ഹദീസുകൾ നമുക്കുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളെ ഇത് പ്രതിദാനം ചെയ്യുന്ന ഒരു ഹദീസാണത്. ആ രീതിയിൽ മുസ്ലിങ്ങളോടുള്ള അടുപ്പത്തെ എടുത്തു പറയാ, അവിടെ ഏതൊരു ബന്ധവും എഴുകിച്ചേരുന്നുള്ളതാണ്. രോഗിയായി കിടക്കുന്നവൻ ആരായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബത്തിൽ നമ്മളെ പറ്റിച്ചവനാവട്ടെ, നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ ചതിച്ചവനാകട്ടെ, ചില ആളുകൾ പോയി കാണുമ്പോൾ അതോടുകൂടി അവനിൽ ഉണ്ടാവുന്ന കുറ്റബോധം അവനിൽ ഉണർത്തും, അവനൊരു മാറ്റത്തിന് കണ്ടില്ലേ, അതിലൂടെ അവൻ ഒന്നുകൂടി ദീനുൽ ഇസ്ലാമിലേക്ക് അടുക്കും കൂട്ടരെ. അല്ലാതെ നമ്മൾ വൈരാഗ്യം വെച്ചിരിക്കുക, ഓനെ ഞാൻ പോയി കാണുമല്ലോ, ഓനെ അങ്ങനെ കിടക്കട്ടെ, ഓനെ അനുഭവിക്കേണ്ടവനാണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മതത്തെ, ദീനിനെ വിലയിരുത്തപ്പെടുക മോശമായി. മറിച്ച് നമ്മളൊന്ന് പോയാൽ അവിടെ ഒന്നുകൂടി ആ ബന്ധത്തിന് ചിലപ്പോൾ അതോടുകൂടി അവന്റെ കുറ്റബോധം ഉണരുകയും ആ രീതിയിൽ അവൻ നമ്മളോട് മാപ്പ് പറയുകയൊക്കെ ചെയ്യും. അപ്പോ ഒരു വിശ്വാസി ആ നിലയിലാവണം. എന്താ ഇതിന്റെ ശ്രേഷ്ഠത? 70,000 മലക്കുകളാ. നോക്കുക എത്രയാണ്, രാവിലെ പോയി വൈകുന്നേരമാകുന്നവര് 70,000, വൈകുന്നേരം പോയാൽ രാത്രി ആവുന്നത് പ്രഭാതമാകുന്നത് വരെ 70,000. അപ്പോൾ ആ രീതിയിൽ ഈ പ്രതിഫലങ്ങളെ എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ എന്തു വൈരാഗ്യം ഉണ്ടായാലും അള്ളാന്റെ വജ്ഹിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. എന്തായിക്കൊള്ളട്ടെ,
എത്ര വലിയ എത്ര ദ്രോഹം ചെയ്തവനായിക്കൊള്ളട്ടെ, എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞത് ഈ രീതിയിലാണ്. എനിക്ക് പ്രതിഫലം 70,000 മലക്കുകളാണ്. അതിനോടൊന്നും തുല്യതയില്ല ഇവന്റെ വൈരാഗ്യം. ഇബ്രാഹിമിന്റെ വൈരാഗ്യം, ഇബ്രാഹിം എന്നോട് ചെയ്തത്, സുബൈർ എന്നോട് ചെയ്തത്, 70,000 മലായിക്കത്തീങ്ങളുടെ ഒരു പ്രാർത്ഥന ഒരു തട്ടിലും ഇവന്റെ വൈരാഗ്യം ഒരു തട്ടിൽ വെച്ചാൽ ഏറ്റവും കനം തൂങ്ങേണ്ടത് മലക്കുകളുടെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കണം. അത് 1, 2 അല്ല, 70,000. ഈ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളും എല്ലാ അടുപ്പങ്ങളും അള്ളാന്റെ വജഹിന് വേണ്ടിയാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ രീതിയിൽ ഇണങ്ങാനുള്ള ആ വിശാലമായ മനസ്സിനെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഈ മലായികത്തീങ്ങളുടെ എല്ലാം പ്രാർത്ഥന ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു ഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ട്, അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഖുതുബകളിൽ കേൾക്കാൻ വരണമെന്നും ഇസ്ലാമികമായ സദസ്സുകളിൽ വന്ന് പങ്കുകൊള്ളണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എല്ലാം അത് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാൻ കഴിയാത്ത സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്ന ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങൾ, പല രീതിയിൽ ബിസിനസ്സുകൾ നടത്തിയും അതല്ലാതെയും പ്രയാസപ്പെടുന്ന കടങ്ങൾ കൊണ്ട് വലയുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കടങ്ങൾ ഇല്ലാതെയാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹ്യാനാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.